നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങി പഴയ ന്യൂസ് പേപ്പറുകൾ ശേഖരിച്ച് അത് വിറ്റ് കിട്ടിയ 5370 രൂപ ഇടവകയുടെ കൊറോണ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതായി ട്രഷറർ അറിയിച്ചിട്ടുണ്ട്. സിസ്റ്ററെ, കഴിഞ്ഞവണ പേപ്പർ എടുക്കാൻ പെട്ടേണ്ടി വിളിച്ചതേ ഞാനാ. അതിൻ്റെ വകയിൽ എനിക്കൊരു 350 രൂപ കിട്ടാണ്ട്. അതോടൊന്ന് പറഞ്ഞേക്ക് നമ്മുടെ സെക്രട്ടറി എടുത്ത്. അത് ട്രഷറോട് പറഞ്ഞാൽ മതി. എടി, അവൻ 350 രൂപ കൊടുത്തേക്ക്. ഓ ആയിക്കോട്ടെ. എടാ, വല്ലപ്പോഴും സംഘടനയ്ക്ക് ഇത്തിരി സംഭാവനയൊക്കെ കൊടുക്കടാ. പിന്നെ സംഭാവന നീ വായിക്കടി. നമ്മുടെ കുരിശുമലയിൽ കഴിഞ്ഞ മാസം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടായപ്പോൾ കുരിശിനു ചുറ്റും വേലി കെട്ടാൻ ഇടവക അംഗങ്ങളോടൊപ്പം മുമ്പിൽ നിന്നത് നമ്മുടെ യുവജനങ്ങളാണ്. അതിൽ പങ്കെടുത്തവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സെന്റ് ജെറോം കുടുംബ യൂണിറ്റിൽ മാത്യു SK ഭവന നിർമ്മാണത്തിനാവശ്യമായ മണൽ, ഇഷ്ടിക, മെറ്റൽ എന്നിവ ചുമന്നെത്തിക്കുവാൻ സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയിലെ 25 യുവജനങ്ങൾ 17/10/2000 25 സിസ്റ്ററെ, കൊച്ചനടക്കം ആകെ 17 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവളെന്തിനാണ് ഇമാരിന്ന് ഓണയ്ക്ക് എഴുതി വിടണേ? ദേ സിസ്റ്ററെ, വ്യക്തിപരമായ വല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചല്ല തീർക്കണമെന്ന് അവനോട് പറഞ്ഞേക്ക്. എനിക്ക് പരീക്ഷ ഉണ്ടായിട്ട് ഇത്രയൊക്കെ എഴുതുന്നത് എന്റെ മര്യാദയാ. ഇവനൊന്നും വീട്ടിൽ യാതൊരു പണിയില്ലല്ലോ. അടുത്ത മാസം മുതലേ അവനോട് എഴുതിക്കോളാൻ പറ. ഞാൻ ഇനി വായിക്കണല്ലേ. അതിന് സെക്രട്ടറി അല്ലേ സിസ്റ്റർ റിപ്പോർട്ട് എഴുതണ്ടേ? എന്റെ പൊന്നാൽഫി, നീ ഒന്നും മിണ്ടാതിരുന്നേ. നീ വായിക്കടി. എനിക്ക് വയ്യ, ഞാൻ നിർത്തി. ഓ, വലിയ ഉപകാരം. ആ ഫോൺ എടുക്ക് നീ. കുറെ നേരം അടി തുടങ്ങിയിട്ട്. അടുത്തതായി വിഷയാവതരണത്തിനായി വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയുടെ പേരിലുള്ള സ്ഥലത്ത്, നമ്മുടെ കുരിശുമലയിൽ, നമ്മുടെ പൂർവികർ സ്ഥാപിച്ച കുരിശിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആഭാസ നൃത്തം ചവിട്ടിയ ജിഹാദി കുഞ്ഞുങ്ങളുടെ മുഖം നമ്മൾ മറന്നിട്ടില്ല. അവരോടും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവരോടും കർത്താവിൻ്റെ നാമത്തിൽ നിരുപാധികം ക്ഷമിച്ച് കേരളക്കരയ്ക്ക് മുഴുവൻ ഒരിക്കൽ കൂടി മതേതരത്വത്തിൻ്റെ മാതൃകയായി മാറിയ നമ്മുടെ വികാരിയച്ഛൻ്റെയും പള്ളി കമ്മിറ്റിയുടെയും ക്രിസ്തുവാനുകരണത്തിൻ്റെ മഹനീയത കണ്ട് കോൾമേർക്കൊള്ളാൻ വ്യക്തിപരമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വളരെ ആസൂത്രിതമായി കേരളത്തിലെ 3 വ്യത്യസ്ത ഇടങ്ങളിൽ നടന്ന ഒരേ സംഭവത്തെ തീർത്തും നിസ്സാരവൽക്കരിച്ച സഭാ നേതൃത്വത്തോടും എനിക്ക് ശക്തമായ പ്രതിഷേധമാണ്. ആന്റണി, നിനക്ക് എന്താ പറ്റിയത്? നിന്നോട് വിഷയം അവതരിപ്പിക്കാനാണ് പറഞ്ഞത്, വിഷയം ഉണ്ടാക്കാനല്ല. പിന്നെ ഇതൊരു ഭക്തി സംഘടനയുടെ മീറ്റിംഗ് ആണ്. ഇവിടെ പറയേണ്ടത് കവലപ്രസംഗം അല്ല, മനസ്സിലായോ? ഞാനേ ഇന്നെന്റെ സ്വന്തം വിഷയം അവതരിപ്പിക്കുന്നത്. പിന്നെ സിസ്റ്ററെ, ഇനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് ഒരു ഭക്ത സംഘടനയൊന്നുമല്ല. ചോരയും നീരും കർമ്മശേഷിയുമുള്ള വിശ്വാസികൾക്ക് പ്രായവ്യത്യാസമില്ലാതെ സഭയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇവിടെ കെട്ടുറപ്പുള്ളൊരു സംഘടനയില്ല. ഒരേ ലക്ഷ്യത്തോടെ മുമ്പിൽ നിന്ന് നയിക്കാൻ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ ഇവിടില്ല. അതുകൊണ്ട് തന്നെ അധികാരികളുടെ കീഴിൽ കിടന്ന് വീർപ്പുമുട്ടി ക്ഷയിച്ചു പോയ നിലവിലുള്ള ഒരു ക്രിസ്തീയ സംഘടനാ സംവിധാനങ്ങളിലും എനിക്കൊരു തരിയോളം പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഈ യുവജന സംഘടനയുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഞാൻ രാജിവെക്കുന്നു. മുന്നോട്ടുള്ള എൻ്റെ വഴി അത് ഞാൻ വെട്ടിക്കോളാം. അത് ഞാൻ പറഞ്ഞുതരാടാ. ക്രിസ്മസിന് പള്ളിയിൽ പുൽക്കൂട് കെട്ടുന്നതും പള്ളിപ്പെരുന്നാളിന് ഐസ്ക്രീമും നാരങ്ങ വെള്ളം വെക്കാൻ പള്ളിവക സ്റ്റാൾ നടത്തുന്നതുമാണ് സംഘടനാ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന നിന്നെ പോലുള്ള കുഞ്ഞാടുകൾക്കേ ഞാൻ പറയണ മനസ്സിലാവില്ല. പക്ഷെ നിന്നെയൊക്കെ ഈ വേഷം കെട്ടിച്ച് ഇങ്ങനെ ആക്കി തീർത്തവന്മാർക്കേ ഞാൻ പറയണത് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത് ഞാൻ സമയമാകുമ്പോൾ അവന്മാരോട് പോയി പറഞ്ഞോളാം. നീ ഇവിടെ തന്നെ ഇരുന്നോ. B.Ed കഴിഞ്ഞല്ലേ, അടുത്ത വേക്കൻസി വരുമ്പോൾ കയറാം. പുണ്യാളാ, ഈ ആന്റണി എൻ്റെ ചേട്ടൻ്റെ മോനേതുകൊണ്ട് പറയല്ല, ഇത് പ്രശ്നമാകും. അവന് പോക്കത്ര ശരിയല്ല. ശരിയല്ലേ? ശരിയല്ല. അതെന്താ? പുണ്യാളിനറിയോ, ഒരു ദിവസം ഞാൻ അവനോട് പറഞ്ഞു, പുണ്യാളിൻ്റെ രൂപ കൊണ്ട് മുമ്പിൽ ഒരു പാക്കറ്റ് മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കടാ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. അപ്പം അവനോട് ചോദിക്കുക, അതെന്താ പുണ്യാളം മെഴുകാണ് തന്നെയെന്ന്. അത് ശരിയാണല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുണ്യാളവന് കൂടിയേ പോളേട്ടാ. ആ ആൻ്റണിയുടെ ഉള്ളിലൊരു നീറ്റലുണ്ട്. അത് മാറ്റാൻ പുണ്യാളന്മാരെ കൊണ്ടൊന്നും പറ്റില്ല. അതിന് കർത്താവ് തന്നെ വിചാരിക്കണം.
കാരണം അവൻ ആ നീറ്റിൽ കൊടുത്തത് കർത്താവാ. ആന്റണിയെ പോലെ സഭയോർത്ത് നേറുന്ന കുറെ അധികം പേര് ഈ കാലഘട്ടത്തിൽ എത്രയും വേഗം ഉയർന്നു വന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ സഭയുടേതെന്ന് കരുതുന്ന പലതും ഇവിടെ അധികം കാലം ഉണ്ടാവില്ല. പുണ്യാളം പറഞ്ഞത് മനസ്സിലായില്ലേട്ടാ. അത് കുഴപ്പമില്ല. പോളേട്ടൻ ഒരു കാര്യം ചെയ്യും. പോളേട്ടൻ പോയിട്ട് ആ ആന്റണിയോടെ ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ മാർട്ടിയുടെ അടുത്തേക്ക് ഒന്ന് വരാൻ പറ. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അതിന് മാർട്ടിൻ പുണ്യാളം പരിചയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവൻ ഫുൾ ടൈം പുണ്യാളന്മാരുടെ കൂടെയാണല്ലോ, അതുകൊണ്ട്. ആ ഹലോ, ഇത് ഹെലൻ വർഗീസ് അല്ലേ? ഞാനേ ആൻമേരി മിസ്സാണേ. എടോ, ഞാൻ തന്നെ റെക്കോർഡ് നോക്കിക്കൊണ്ടിരിക്കുക. താൻ എന്ത് ഈ വരച്ചു വെച്ചിരിക്കുന്നത്? തനിക്ക് ഇന്റേണൽ മാർക്കൊന്നും വേണ്ടേ? ആ എടോ, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം. അല്ലെങ്കിൽ താൻ നാളെ കോളേജ് വരുന്നു വാ. താനെന്താ ഇവിടെ? താൻ അങ്ങോട്ട് വരുന്ന ആരെയും കണ്ടോ? ആ സിസ്റ്റർ കണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ശീലാക്കണ്ട കേട്ടോ. ഓ ആയിക്കോട്ടെ. അല്ല, താൻ ഇന്നലെ പള്ളിയിലെ മീറ്റിങ്ങിന് ഭയങ്കര ഷോ ആയിരുന്നു കേട്ടല്ലോ. എല്ലാവരും വെറുപ്പിച്ചിട്ട് താൻ എവിടെ പോവാ? എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വെറുപ്പിച്ചത് ആരെയൊന്നും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം നാട് ഉപേക്ഷിച്ച് പോവാൻ തീരുമാനിച്ച നീ അതറിയണ്ട. എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീ ലൈഫ് തൊളിക്കാൻ തീരുമാനിച്ചല്ലേ? നീ പൊട്ടനാണോ അത് അഭിനയിക്കുന്നതാണോ? അല്ലടി, ഞാൻ സത്യായിട്ടും പൊട്ടനാ. നിന്നെ പോലെ സ്കൂളിലും വേദപാഠത്തിനുമൊക്കെ 1ാം സ്ഥാനം മേടിച്ച അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും കണ്ണിലുണ്ണികളൊക്കെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി വിദേശത്തേക്ക് പറക്കുമ്പോ നാട്ടിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ എന്നെ പോലുള്ള കുറച്ച് പൊട്ടന്മാരുണ്ടാവുള്ളൂ. ഹലോ, നമ്മുടെ ഇടവകയിന്ന് വിദേശത്ത് പോയി പണിയെടുക്കുന്നവരുടെ മാത്രം കാശ് മേടിച്ച് പള്ളിപ്പെരുന്നാൾ നടത്തിയ കമ്മിറ്റിയുടെ യൂത്ത് കൺവീനർ അല്ലായിരുന്നോടോ താൻ? കൊള്ളാം. ചീഞ്ഞ കോംപ്ലക്സും അളിഞ്ഞ ആദർശവും കൂടി ഒരുമിച്ച് വന്ന ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയുള്ള എൻ്റെ പല കോംപ്ലക്സുകളും ഇഷ്ടമായതുകൊണ്ടല്ലേ മോളെ നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണേ. ഒന്ന് പോടോ കളവാ. ഇതുവരെ അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്കെൻ്റെ ലൈഫാ വലുത്. സഭയും സംഘടനയൊക്കെ അത് കഴിഞ്ഞുള്ളൂ. ഈ കൊറോണ കഴിഞ്ഞാൽ ഞാൻ കടൽ കിടക്കും. അതിനു മുമ്പ് താലികെട്ടി കൂടെ പോരാൻ പറ്റുമെങ്കിൽ പോരെ, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആമ്പിള്ളേരെ നോക്കും. എടി, വേറെ ആമ്പിള്ളേരെ നോക്കി സമയം കളയണ്ട. നിന്റെ പുറകെ കിടക്കണ കോയല്ലേ, ഇമ്പിച്ചി കോയ, നോക്കിയാലോ? പോടാ. ഏയ് എടി, ഇപ്പൊ പള്ളിയിൽ വെച്ച് കിടന്ന ഓപ്ഷൻ ഉണ്ട്. നിന്റെ അപ്പൻ്റെ പൂത്ത കാശുണ്ടല്ലോ. എടി അന്നമ്മേ, നിന്നെയും കെട്ടി നിന്റെ സാരി തുമ്പി തൂങ്ങി ലണ്ടനിൽ ചാടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അങ്ങനെ വന്നാലും കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. വാക്ക് കൊടുത്തു പോയി, ഇനി മാറ്റാൻ പറ്റില്ല. ആർക്ക്? തമ്പുരാന്. എന്തെന്ന്? ഇവിടെ കിടന്നേ തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് ചത്തോളാന്ന്. ഓ, എന്റെ അറിവില് വെട്ടുന്നവരും ചാകാൻ നിന്നൊടുക്കുന്നവരൊക്കെ തീവ്രവാദികൾ തന്നെയാണ്. നീ പറഞ്ഞ ശരിയാ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ തീവ്രവാദി ക്രിസ്തുവാ, പിന്നെ അവന് വേണ്ടി രക്തസാക്ഷികളായ എല്ലാവരും. ഞാനും അതെ, തീവ്രവാദിയാ. പക്ഷേ ഈ ദുനിയാവിൽ ഞമ്മൾ മാത്രം മതി എന്ന് പറയുന്ന വർഗീയവാദിയല്ല. ഓ, ആണോ കുഞ്ഞേ? ഓ, ഞാൻ ആ കാര്യം മറന്നല്ലോ. എടേ, ആ ഫോൺ എടുത്തേ. എൻ്റെ കർത്താവേ, ആ പുണ്യാളിപ്പോൾ പണിയെടുത്ത് നടുവോടിഞ്ഞ് കാണുമല്ലോ. പോളേട്ടൻ ഒരു കാര്യം ചെയ്യും. പോളേട്ടൻ പോയിട്ട് ആ ആന്റണിയോടെ ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ മാർട്ടിയുടെ അടുത്തേക്ക് ഒന്ന് വരാൻ പറ. അതിന് മാർട്ടിൻ പുണ്യാളം പരിചയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവൻ ഫുൾ ടൈം പുണ്യാളന്മാരുടെ കൂടെയാണല്ലോ, അതുകൊണ്ട്. എടാ ആന്റണി, 10 കൊല്ലം മുമ്പ് സമാധാനത്തിന് ശത്രുക്കള് നമ്മുടെ മാഷിന്റെ കൈവെട്ടുന്ന സമയത്ത് നീ ഇപ്പൊ രാജിവെച്ച അതേ സംഘടനയെന്ന് നീ പറഞ്ഞ അതേ ഡയലോഗ് പഠിച്ചിട്ട് ഇറങ്ങി പോന്നവനാ ഞാൻ. അതെനിക്കറിയാം. ആ, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇതുപോലെ കയറിച്ചെല്ലാൻ ഒരു സ്ഥലവോ ഉപദേശം ചോദിക്കാൻ ഒരാളോ ഇല്ലായിരുന്നു. പക്ഷേ നിനക്ക് ഭാഗ്യമുണ്ട്, നീ കറക്റ്റ് എൻ്റെ മുമ്പിൽ തന്നെ വന്നില്ലേ. നിന്റെ കണ്ണിൽ എനിക്ക് ആ പഴയ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. നീ ധൈര്യമായിട്ട് പൊക്കോടാ, ഞാനും ഉണ്ട് പുറകെ. പ്രോത്സാഹനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു മാട്ടും ചേട്ടാ. പക്ഷെ എനിക്കതല്ല വേണ്ടത്. രണ്ട് ദിവസമായുള്ള പണിക്ക് കയറിയിട്ട് അപ്പോഴേക്കും അവൻ ആശാനോടൊരു പുച്ഛം. ആ, നീ എന്താ പറഞ്ഞേ? അതെ ചേട്ടാ, എനിക്ക് ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടൻ എൻ്റെ പുറകെ വരണ്ട. ധൈര്യം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അല്ലേ തന്നെ ഈ പുറകെ വരാമെന്ന് പറയുന്നവരെ
വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാ ചൊല്ല്. കൂടെ വരാൻ പറ്റുമോ? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ ചങ്കിനകത്തൊരു തീ കത്തുന്നില്ലേ? ഇനിയും താമസിച്ച ചിലപ്പോൾ അത് കെട്ടുപോകും. എന്താ നിന്റെ പ്ലാൻ? എൻ്റെ പൊന്നാശാനെ, നിങ്ങളീ പറയുന്നൊന്നും നടക്കാൻ പോകില്ല കേട്ടോ. അതെന്താടാ? നിങ്ങൾ ഈ സഭയെ നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഒന്നും നടക്കാൻ പോകില്ല. അതിനൂടെ അച്ഛന്മാരും മെത്രന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒറ്റയ്ക്ക് നന്നാക്കിയത് മതി. ഇനി ഞങ്ങളും കൂടാൻ പോവാ. നന്നാക്കാൻ നിങ്ങളാര്? തിയോളജി പഠിച്ച മെക്കാനിക്കുകളോ? ആശാന് സഭയെ പറ്റി ഒരു ചുക്ക് അറിയില്ല, അതുകൊണ്ട് എനിക്ക് ചുക്കൊക്കെ അറിയാവുന്ന നീ എന്ന് പറഞ്ഞേ. എന്താണ് സഭ? വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നതാണ് സഭ. അഭിഷിക്തരും വിശ്വാസികളടക്കം 10 പേരെ ഉള്ളെങ്കിലും അത് സഭയാണ്. കേട്ടിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അതുകൊണ്ടാണ് തിരുസഭ എന്ന് വിളിക്കുന്നത്. ക്രിസ്തു ഉള്ളിടത്തോളം സഭ തകരില്ല. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളീ നീറിപ്പോകുന്നതേ സഭയെ ഓർത്തല്ല, സമുദായത്തെ ഓർത്താ. സഭ തകരില്ല, പക്ഷെ സമുദായം തകരും. അതുകൊണ്ടാണ് തിരുസമുദായം എന്ന് വിളിക്കാത്തത്. കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് സഭയല്ല, സമുദായമാണ്. സഭയെ സംരക്ഷിക്കാൻ ഇവിടെ 1000 നേതാക്കന്മാരുണ്ട്. പക്ഷെ സമുദായത്തെ സംരക്ഷിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് സഭാ നേതാക്കന്മാരെയല്ല, ചങ്കുറപ്പുള്ള സമുദായ നേതാക്കന്മാരെയാ. ഉള്ളിൽ തീയുള്ളവർക്കേ അത് പറ്റൂ. താനാൾ കൊള്ളാലോ. ഞങ്ങളുടെ കൂടെ കൂടുന്നോ? എന്താ പേര്? ഞാൻ ആള് കൊള്ളാം, പക്ഷെ കൂടെ കൂട്ടാൻ കൊള്ളില്ല. നിങ്ങളേറ്റെടുക്കാൻ പോണ പണി നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യ്. എൻ്റെ പണി ഞാനും ചെയ്തോളാം. പിന്നെ ഇപ്പം കൂടെ കൂട്ടാൻ പറ്റിയ കുറേ പേരുണ്ട്. അതിലൊരാളാണ് ജെയ്സൺ. ഏത് ജെയ്സൺ? കേട്ടിട്ടുണ്ടോ? കോടന്നൂർ ജെയ്സൺ. ആളെനിക്കറിയാം. അതാര്? അതോ, പുറമെ ഫുള്ള് വിമർശനാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് സമുദായ സ്നേഹമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷന് സീറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ജെയ്സന് കിട്ടേണ്ട സീറ്റ് പാർട്ടിയുടെ സമുദായ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് കോയമാർക്ക് കൊടുത്തു. നല്ല സങ്കടം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ മസിലും പിടിച്ച് നടക്കുക. സഖാവല്ലേ? ഇവനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പാർട്ടിയുടെ ചുവന്ന കൊടിക്ക് നേതാക്കന്മാരൊക്കെ കൂടി പച്ച കളർ അടിച്ചതുകൊണ്ട് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് നിൽക്കുക. അപ്പോൾ നാഞ്ഞു പിടിച്ചാൽ നമ്മളവിടെ പോരുമല്ലേ? ഇവ മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാൻ മടിയില്ലാത്ത 1000കണക്കിന് പേരുണ്ട് ഇവിടെ. അത് ശരിയാ. ചാകാൻ മടിയില്ലാത്ത കുറച്ച് നേതാക്കന്മാരും ചവിട്ട് നിൽക്കാൻ ഒരുപടി ഉറച്ച മണ്ണുണ്ടെങ്കിൽ അവരെല്ലാം ഒരു കുടക്കീഴ് വരും. എനിക്ക് ഉറപ്പാ. മരിക്കാൻ പേടിയുണ്ടോ? ഇല്ല. ചാകാനിറങ്ങിയവരെ കൊല്ലാൻ പറ്റില്ല. പക്ഷെ വിപ്ലവമൊക്കെ കോമഡി അല്ലേ ചേട്ടാ? സമുദായത്തിന് വേണ്ടി നിങ്ങളാരും മരിക്കണ്ട. ജീവിക്കുവാണേലും മരിക്കുവാണേലും അത് കർത്താവിന് വേണ്ടി മാത്രം. അത് മതി. അതാ അതിൻ്റെ ഒരു ശരി. എടാ ജയ്സാ, നീ ഇത്രയും കാലം രാഷ്ട്രീയം കളിച്ച് നടന്നിട്ട് പിന്നെ ഇപ്പം എന്തിനാടാ നീ ഉമ്മാരും കൂട്ടി എൻ്റെ അടുത്ത് വന്നിരിക്കണേ? അവൻ്റെ ഒരു സമുദായ സ്നേഹം ഇപ്പോഴാണോടാ നിനക്ക് സ്നേഹം ഉണ്ടായേ? സമുദായ സ്നേഹമൊക്കെ പണ്ടുണ്ടായിരുന്നു അച്ചോ. പക്ഷെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് സഭയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, കുറേ സ്ഥാപനങ്ങളും അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ചേർന്ന് കെട്ടിപ്പൊക്കിയ ഒരു വൻമതിലിനകത്ത് സഭ സുരക്ഷിതമാണെന്ന് നമുക്ക് തോന്നും. അതാ പ്രശ്നം. പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? എന്ത്? സഭയ്ക്ക് മാത്രമേ വൻമതിലുള്ളൂ, സമുദായത്തിനൊരു വേലി പോലും ഇല്ല. എന്നിട്ട് നിങ്ങളൊക്കെ കൂടി സമുദായത്തിന് വേലി കെട്ടിറങ്ങിയിരിക്കണാണാ? നിങ്ങൾ 3-4 പേര് കൂടി എന്ത് ചെയ്യാനടാ? തോമാസിലേക്ക് ഒറ്റയ്ക്കല്ല വന്നേ, ഞങ്ങൾ 4 പേരില്ലേ?
കേരള സഭയിൽ രക്തസാക്ഷികളില്ലാത്തതിന് നാണക്കേട് മാറ്റാൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. മോനെ നീ ചായ കുടിച്ചേ, ആ ബിസ്ക്കറ്റ് കഴിച്ചോട്ടാ. അച്ചോ, ചുറ്റും നിൽക്കുന്ന എല്ലാവരും വർഗീയത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മതേതരത്വം മാത്രം വിളമ്പി പെട്ടിക്കാലയായ ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇച്ചിരി വർഗീയത പറയാൻ ഇവിടെ ആരെങ്കിലും വേണ്ടച്ചോ? ആ അങ്ങനെയൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഈ ഇലക്ഷൻ സമയത്തെ ക്രിസ്ത്യാനികളുടെ വോട്ടും ചോദിച്ചു വരുന്ന രാഷ്ട്രീയക്കാര് ആത്മീയ നേതാക്കളുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം സമുദായ നേതാക്കളുടെ അടുത്തേക്ക് വരേണ്ട അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കുവച്ച. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കാനേ സമുദായ നേതാക്കൾ വേണോ വച്ചാ? അച്ചോ, സഭയും സമുദായവും രാഷ്ട്രീയവും സമ്പത്തും ഒരുമിച്ച് നോക്കി നടത്തുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം അത് സഭാ നേതാക്കന്മാരുടെ തലയിൽ മാത്രം കെട്ടിവെക്കാതെ സഭാ നേതാക്കന്മാർ ആത്മീയ കാര്യങ്ങളും സമുദായ നേതാക്കന്മാർ ഭൗതിക കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു കൂട്ടുത്തരവാദിത്വം എല്ലാ രൂപതകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് വലിയ തെറ്റാണച്ചോ? അല്ല. അച്ഛോ, അച്ഛൻ +1 ഹ്യൂമാനിറ്റീസിന്റെ ഹിസ്റ്ററി ബുക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ചരിത്ര പുസ്തകങ്ങൾ തിരുത്തി അതിലൊരു മതത്തെ മാത്രം മഹത്വവൽക്കരിച്ച് എഴുതിയുണ്ടാക്കുന്ന പാഠഭാഗങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്നതിലെ ഗതികേടുണ്ടല്ലോ, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അച്ഛാ. നമ്മുടെ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യം മറ്റൊരു സമുദായം കൊണ്ട് ഒറ്റയ്ക്ക് വിഴുങ്ങുന്നത് കണ്ടു നിൽക്കാൻ ഇനി പറ്റില്ലച്ചോ. അച്ഛോ, 1,28,000 കത്തോലിക്ക ചെറുപ്പക്കാർ ഇവിടെ കല്യാണപ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാതെ നിൽക്കുമ്പം നമ്മുടെ പെൺകുട്ടികളെ മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്ന ഈ കലാപരിപാടി ഉണ്ടല്ലോ, ഇനിയും ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കണോ അച്ഛോ? പറയാനാണെങ്കിൽ കുറേണ്ട അച്ഛാ. ഇനി പറച്ചിലൊന്നുമില്ല, ഞങ്ങൾ പ്രവർത്തിക്കാൻ പോവാ. ഇനി ഏത് പിശാചി വന്നാലും ഞങ്ങളെ കൊന്നിട്ടേ സഭയും സമുദായത്തൊന്നും തൊടാൻ പോലും പറ്റുള്ളൂ. കെട്ടുറപ്പുള്ളൊരു സമുദായവും അതിൽ ചങ്കുറപ്പുള്ള കുറച്ച് അംഗങ്ങളുണ്ടെന്ന് ഇവിടെ ധൈര്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇച്ചിരി ആവേശമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഉള്ള സമാധാനം കൂടി പോകുന്ന എൻ്റെ പേടി. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയടാ. നിൽക്കുന്നിടത്തെ മണ്ണൊലിച്ചു പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമാണിത്. നിങ്ങളെ ഞാൻ തടയില്ല. എല്ലാം അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുന്നവരെക്കാൾ എത്രയോ മുന്നിലാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഇന്ന് കേരള ക്രൈസ്തവർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു കാറ്റാണ്. കാറ്റിനെ തടഞ്ഞിർത്താനാവില്ല. മറ്റു ചില സാമുദായിക സംഘടനകളെ പോലെ എല്ലാം നശിപ്പിക്കുന്ന ഒരു കൊടുങ്കാറ്റാവരുത്. കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ മുഖം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ പോയിക്കോ, ഞാൻ പ്രാർത്ഥിക്കാം. ഇടയ്ക്ക് ഈ വഴിയൊക്കെ വരണം. എന്തേ റിസൾട്ട് വന്നാ? എന്നിട്ടെന്താ, എനിക്ക് IELTS കിട്ടി. അപ്പൊ ഇനി എന്നാ വിദേശയാത്ര? ഞാൻ പോകുന്നില്ല. തന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാനുള്ള കൊതി കൊണ്ടൊന്നല്ല. ഞാനിനി കേരളം വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. തന്നെയും കെട്ടി 5-6 പിള്ളേരെയും പ്രസവിക്കാൻ തീരുമാനിച്ചു. തന്റെ തീരുമാനങ്ങളൊന്നും മാറ്റണ്ട. എന്തെങ്ങനെ ഒരു മനമാറ്റം? ഗവൺമെന്റ് ജോലി കിട്ടിയാ ഞാൻ ഈ രാജ്യം വിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? റാങ്ക് ലിസ്റ്റ് വന്നോ? ആ, വൈകാതെ ഞാൻ ഒരു ഗവൺമെന്റ് നേഴ്സാവും. പിന്നെ ഞാൻ കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്താ? അതൊക്കെ പറയാം. പറയേ. ഈ സഭാസ്നേഹവും സമുദായ ബോധവും നീറ്റിലും പുകച്ചിലൊക്കെ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ലോ ഉള്ളത്, നിങ്ങൾ പെണ്ണുങ്ങൾക്കും ഉണ്ട്. താൻ പറയുന്നത് ശരിയാടോ? എനിക്ക് തോന്നുന്നുണ്ട്. മരിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തന്നെ മരിക്കണം. എന്താ, ശരിയല്ലേ?